നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന നേരത്ത്, ഇത് ഇൻസ്റ്റാ പോലെയുള്ള മാധ്യമങ്ങളിലൊക്കെ റീൽസൊക്കെ ചെയ്യുന്ന നേരത്ത് കാണുന്ന ആളുകൾ, ചില ആളുകളൊക്കെ കമൻറ്റ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധയപ്പെടുകയുണ്ടായി. ഇയാൾ സന്യാസിയായിരുന്നില്ലേ, ആത്മീയതയുടെ ആളായിരുന്നില്ലേ, കൂടാതെ പൂജ ചെയ്യുന്ന ആളല്ലേ, ആ പണിയൊക്കെ നിർത്തിയോ, ഇപ്പം ഈ പണിയായോ, ഇതാണ് നല്ലത് എന്നൊക്കെ പറയുന്ന പോലെ പല കാര്യങ്ങളും. ഈ പറയുന്നവരെയൊന്നും തെറ്റു പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത്തരം ആളുകളുടെ ഇത്തരം ആശയങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് നമ്മളെപ്പോലുള്ളവർക്ക് എന്താണ് ആത്മീയത എന്ന് പറയാൻ പറ്റുന്നത്. കാരണം ഇങ്ങനെ പറയുന്ന ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമില്ലാതെ കണ്ണടച്ച് ധ്യാനിക്കുക, കാട്ടിൽ പോയിരിക്കുക, കാവി എടുക്കുക, ജട വയ്ക്കുക, ഇങ്ങനെയൊക്കെയാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വയസ്സായ ആളുകളോടൊക്കെ നമ്മൾ പല ആൾക്കാരും ചോദിക്കാറില്ലേ, വയസ്സായില്ലേ, കാശിക്ക് പോണില്ലേ, വയസ്സായില്ലേ, കുറച്ച് ഭക്തി വേണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വയസ്സായാലാണ് ഭക്തി. അല്ലെങ്കിൽ കുട്ടിയും കുടുംബവും നമ്മുടെ ജോലിയും എല്ലാ ഭൗതികമായിട്ട് സിനിമ കാണലും കൂട്ടുകാരുടെ ബന്ധങ്ങളും കാമുകിയും കാമുകനൊക്കെയാണ്, ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് എന്തോ ഒരു പോലെ ജീവിക്കുന്നതാണ് ഭക്തി, അല്ലെങ്കിൽ അതാണ് ആത്മീയത എന്ന് കരുതുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് അതല്ല ആത്മീയത. ആത്മാവിനെ സംബന്ധിച്ചാണ് ആത്മീയത. നിരന്തരം നമ്മൾ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ ആ ഒരു ആശയത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത്. ആചാരവാൻ ആചാര്യ ഉച്ചത എന്നാണ്. ആചാരങ്ങളെ ആചരിച്ച് കാണിക്കുന്നവരെ ആചാര്യം എന്ന് പറയും. അപ്പൊ എന്താണ് ആചാരം? ആചാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആചാരം കൊണ്ട് ഗുണം വേണ്ട. ആചാരഹീനന്റെ പുനന്തി വേദ. എത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല, ആചാരമില്ലാത്തൊരു വേദം രക്ഷിക്കില്ല. എന്താണ് അപ്പൊ എന്താണ് ആചാരം കൊണ്ട് അർത്ഥമാക്കുന്നത്? ആചാരം കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളുടെ ഉന്നതിയാണ്. നമുക്ക് ആനന്ദം ഉണ്ടായിരിക്കണം. ആനന്ദത്തെ അനുഭവിക്കാനാണ് ഈ ശരീരം എടുത്തിരിക്കുന്നത് നമ്മൾ. ആനന്ദം എന്ന് പറഞ്ഞാൽ ശരീരത്തെ ശരീരം ആദ്യങ്കലു കർമ്മസാധനം. ഈ ശരീരത്തെ നശിപ്പിക്കാത്ത രീതിയിൽ വേണം നമ്മൾ ആനന്ദത്തെ അനുഭവിക്കാൻ. ആനന്ദം ബ്രഹ്മണോ വപു. അപ്പൊ ബ്രഹ്മത്തിന്റെ ശിവാനന്ദം, ശിവത്തിന്റെ അള്ളാഹ് എന്നൊക്കെ പറഞ്ഞ എന്തോ ആത്യന്തികമായ സത്യത്തിന്റെ സ്വരൂപം ആനന്ദമാണ്. ആ ആനന്ദത്തെ അനുഭവിക്കുക എന്നാണ് നമ്മളുടെ ലക്ഷ്യം. പരമായ ആനന്ദമാണ് മോക്ഷം, മുക്തി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന നേരത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന എന്താണ്? അതുകൊണ്ടാണ് ഈ ആത്മീയത എന്ന് പറഞ്ഞ സന്യാസം, അല്ലെങ്കിൽ പൂജ, പ്രാർത്ഥന, ധ്യാനം. പ്രാർത്ഥന, ധ്യാനം, പൂജ, നമസ്കാരം ഇതെല്ലാം തന്നെ ഒരു ടൂളാണ്. അല്ലാണ്ട് ഇത് പിടിച്ചിരിക്കില്ല, ടൂളാണ്. ആ ടൂൾ എന്തിനു വേണ്ട? ആത്യന്തികമായ ആത്മീയ സാക്ഷാത്കാരത്തിന് വേണ്ട ടൂൾസ്, പല ടൂൾസും ഉണ്ട്. നിസ്കരിക്കാം, അല്ലെങ്കിൽ മുട്ടൂത്തി പ്രാർത്ഥന ഉണ്ടായിരിക്കാം, പൂജിക്കാം. ഇപ്പൊ പൂജയിൽ തന്നെ പല രീതികളുണ്ട്. ജപിക്കാം, സ്തുതികളാവാം, എക്സെട്ര, പല രീതി, ധ്യാനമൊക്കെ ആയിട്ട് ഏതായാലും ലക്ഷ്യത്തേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ ആ ഒരു ടൂള് പറഞ്ഞു കൊടുക്കുന്ന, ആ ടൂൾ ചെയ്യുന്ന കർത്തവ്യമൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ സെന്ററുകളും ഉണ്ട്. നമ്മളെ ജോലി പലപ്പോഴായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ദേവസ്വം ബോർഡിന്റെ ഒരു വിദ്യാലയം നടത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. അവിടുത്തെ ഒരു ചീഫ്, എന്താ പറയുക, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ടീച്ചറാണ് നമ്മൾ. പിന്നെ കൂടാതെ തന്നെയാണ് നമ്മൾ ഡ്രാഫ്റ്റ്മാൻ ആണ്. പല നമ്മൾ ജോലിയൊക്കെ പലവണ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിങ്ങനെ പറയുമ്പോൾ ഒക്കെ വേണ്ടവരെ അന്വേഷിച്ച് കണ്ടെത്തണം. അതൊന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ തേടുന്നവർക്കും അറിയാൻ ആഗ്രഹിക്കുന്നവരോടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ ആത്മീയതയ്ക്ക് എന്തോ ഭൗതികമായതൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അത് നിങ്ങൾ തെറ്റായൊരു കാര്യം മനസ്സിലാക്കണം. അങ്ങനത്തെ ആത്മീയത ഇവിടെ ഉണ്ട്. ഉപേക്ഷിക്കൂ, ത്യാഗം ചെയ്യൂ, എല്ലാം ഉപേക്ഷിച്ച് കാട്ടു പോയിരിക്കൂ, ജഡധരിക്കൂ ഒക്കെ പറയുന്ന ആത്മീയത ഇവിടെ ഉണ്ട്. അതില്ല പറയുന്നില്ല. അതും ആധ്യാത്മികമായ ഒരു പാതയാണ്. എന്നാൽ അത് മാത്രമാണോ വെച്ചാൽ അങ്ങനെയല്ല. ഇപ്പോൾ കല്യാണം കഴിക്കാൻ പാടില്ല, സ്ത്രീ സേവ പാടില്ല, സ്ത്രീകളുമായിട്ട് കണക്ഷൻ പാടില്ല, സ്ത്രീകളെ കാണാനേ പാടില്ല, സ്ത്രീകൾക്ക് പുരുഷന്മാരെ കാണാനേ പാടില്ല, സിനിമ കാണാൻ പാടില്ല, നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആത്മീയത ചുറ്റുമുണ്ട്. അത് നിഷേധിക്കുന്നില്ല. അത് വേറൊരു കൈവഴിയാണ്. എന്നാൽ അങ്ങനെയല്ലാണ്ട് ഇതിനെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഈ ഭൗതികമായ ജീവിതത്തിലെല്ലാം ഇൻസ്റ്റാ പോലെയുള്ള സോഷ്യൽ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ. പക്ഷെ എന്താണ്, നമ്മൾ അതിലൊന്നും ഈ അഡിക്ഷൻ ഉണ്ടാവരുത്, അറ്റാച്ച്മെന്റ് ഉണ്ടായി വരരുത്. ഡിറ്റാച്ച്മെന്റോട് കൂടിയിട്ട് വേണം ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ. അതിലൊന്നും നമുക്കങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് അയ്യോ അത് ചെയ്തില്ലല്ലോ, അല്ലെ കണ്ടില്ലല്ലോ, പറഞ്ഞില്ലല്ലോ, കമന്റ് വന്നല്ലോ, അവർ തെറി വിളിച്ചല്ലോ, ഇതൊന്നുമില്ല. അതൊക്കെ എന്തെങ്കിലും പറഞ്ഞു പോകും. പക്ഷേ അതൊക്കെ നമ്മളെപ്പോലുള്ള ആളുകൾ ഇതൊക്കെ ഒരു സാധ്യതയായി കണ്ടുകൊണ്ട് നിങ്ങളോട് സമ്മതിക്കുകയാണ്. അപ്പൊ അവിടെ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഈ കണ്ട ആത്മീയത മാത്രമല്ല, ഇതല്ലാതെ എല്ലായിടത്തും. അത് പറയാൻ കാരണം, അപ്പൊ നമ്മൾ ശ്രീകൃഷ്ണൻ എന്നൊരു ഒരു ദേവതയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ കുറിച്ചോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് മിത്തോളജി ആവട്ടെ, അല്ല വിശ്വാസമാവട്ടെ, യഥാർത്ഥത്തിൽ ഉണ്ടായ വ്യക്തിയാവട്ടെ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ കൈലാസത്തിലെ പരമേശ്വരൻ ശിവനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ സങ്കല്പമാവട്ടെ എന്തോ ആവട്ടെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ശിവൻ തന്നെ ഒരേ സമയത്ത് ധ്യാനിച്ചിരിക്കുമ്പോൾ തന്നെ പാർവതിയോടൊപ്പം സല്ലപിക്കുന്നു, മറ്റു പല രീതിയിൽ ഇപ്പൊ ഗംഗയോട് സല്ലപിക്കുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പിന്നെ ഭഗവാനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഭഗവാൻ ഇടപെടുന്നത് കാണാൻ പറ്റും, പിന്നെ ധ്യാനിക്കുന്നത് കാണാൻ പറ്റും, ഇല്ലേ? ഇന്ന് ഇതേ ഒപ്പം തന്നെ ഭൂതഗണങ്ങൾ വരുമ്പോൾ ഭൂതഗണങ്ങൾക്കൊപ്പം
ആടിപ്പാടി മാദക വസ്തുക്കൾ ഉപയോഗിച്ച് മദ്യമൊക്കെ ഉപയോഗിക്കുന്നതായിട്ടൊക്കെ പുരാണങ്ങൾ പോകണം. അപ്പൊ ഇവിടെയൊക്കെ എന്ന് ആനന്ദിച്ച് മദ്യം കഴിക്കാനുള്ള ഒരു അനുവാദമല്ല ഈ തരുന്നത്, അതിന്റെ കർത്താലങ്ങൾ വേറെ. എന്തായാലും ശരി, ഇങ്ങനെയൊക്കെ എല്ലാത്തിലും വ്യാപൃതനാവുന്നു. ഒപ്പം നൃത്തം ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. ഭഗവാൻ ശിവൻ നൃത്തം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദേവന്മാരൊപ്പം തമാശ പറയുന്നത് ഒക്കെ ഉണ്ട്. എന്നാലോ വലിയ താപസൻ ആരാണ്, സന്യാസി അരച്ചാൽ ഭഗവാൻ പരമേശ്വരനെയാണ് നമ്മൾ സാധാരണ പറയാം. ഇതുപോലെ തന്നെയാണ് ഭഗവാൻ കൃഷ്ണനും. ഏറ്റവും വലിയ ബ്രഹ്മചാരി ആരാന്ന് ചോദിച്ചാൽ കൃഷ്ണന്റെ പേരാ പറയാ. പക്ഷെ കൃഷ്ണന് ചുറ്റും എന്താണ്, ഗോപികമാരോടൊപ്പം നൃത്തം ചെയ്യുന്ന, ഗോപികമാരോടൊപ്പം രാസലീലയിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷ്ണനെ കുറിച്ച് നമുക്കറിയാം. തന്നേക്കാൾ പ്രായമുള്ള രാധയെ പ്രണയിച്ച കൃഷ്ണനെ നമുക്കറിയാം. ഒരേ സമയം 2-3 ഭാര്യമാരുള്ള കൃഷ്ണനെ നമുക്കറിയാം. ഇല്ലേ? ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. യുദ്ധഭൂമിയിൽ നിൽക്കുന്ന കൃഷ്ണനെ നമുക്കറിയാം. യോഗേശ്വരനായിരിക്കുന്ന കൃഷ്ണനെ നമുക്കറിയാം. കാളിയമർദ്ദനം നടത്തുന്ന, കംസനിഗ്രഹം നടത്തുന്ന കൃഷ്ണനെ നമുക്കറിയാം. ഭഗാസുരനെ വധിച്ച കൃഷ്ണനെ നമുക്കറിയാം. അപ്പൊ എല്ലാം ഈ ഭഗവാൻ ചെയ്യുമ്പോൾ അദ്ദേഹം ബ്രഹ്മചാരിയാണ്, ദേവനാണ് എന്നൊക്കെ പറയുന്ന നേരത്തെ യോഗീശ്വരനാണ് എന്നൊക്കെ പറയുന്ന നേരത്തെ ചിന്തിച്ചു നോക്കൂ. അതാണ് ആത്മീയതയുടെ ഒരു വശം എന്ന് പറയും. യഥാർത്ഥ വശമായിട്ട് നമ്മൾ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന ആത്മീയത അതാണ്. അങ്ങനെ എല്ലാത്തിലും മുഴുകിക്കൊണ്ട് ഒന്നിനും ത്യജിക്കുകയല്ല. അതിപ്പോൾ 2 ദിവസം അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അമ്മമാർക്കോ ഭാര്യമാർക്കോ ഭർത്താക്കന്മാർക്കോ അല്ലെങ്കിൽ പള്ളിയിൽ പോയി കഴിഞ്ഞാലൊക്കെ ഭക്തി മൂത്തോ തീർന്ന് എന്തെങ്കിലും ഇല്ലേ? അവിടെയാണ് ഇത് എന്തെന്നെ ഉണ്ടായാലും ശരി അതിനൊന്നും ഉപേക്ഷിക്കുകയല്ല. ഇദ്ദേഹം കൂടുതൽ കൂടുതൽ പ്രണയത്തിലേക്ക്, പ്രണയം എന്താണ്? ആ പ്രണയം തന്നെ ഡെപ്തുള്ള ഭക്തിയാണ് പ്രണയം, അതിലേക്ക് കയറി വരികയാണ് എന്ന് തോന്നണം. അപ്പൊ അവിടെയാണ് ഇന്നത്തെ പുതിയ തലമുറയെ നമ്മൾ ചുറ്റും നോക്കുക. പുതിയ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെറിയ ചെറിയ ഡ്രസ്സുകൾ വന്നാൽ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. പല കുട്ടികളും ചെറിയ ഫോൺ കിട്ടിയില്ല എന്നുള്ള പേരിലൊക്കെ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ, കുഞ്ഞു മക്കളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് വാങ്ങി കിട്ടിയില്ല, അത് വാങ്ങി തന്നില്ല എന്ന പേരിലൊക്കെ. ഇതുപോലെ തന്നെയാണ് കഞ്ചാവായാലും ശരി, സിന്തറ്റിക് ഡ്രഗ്സിനൊക്കെ അടിയപ്പെടുന്ന പുതിയ തലമുറ. ഇതിനൊക്കെ കാരണം എന്താ? ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ചെറിയ വിഷയങ്ങൾ, പണ്ട് ഒരുപാട് പട്ടിണി കടന്നിട്ട് ഒരുപാട് പീഡനം അനുഭവിച്ചിട്ട് ആളുകളൊന്നും ആത്മഹത്യ ചെയ്തിട്ടില്ല, പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുക ചെയ്തേ ഇല്ലേ? സ്വാതന്ത്ര്യ സമരവും അതുമല്ലാണ്ട് സാമൂഹ്യ ജീവിതവും ചുറ്റുപാടും ഒക്കെ എല്ലാ രാജ്യത്തും ഉണ്ടായിട്ടില്ലേ പല കാര്യങ്ങളും ഒക്കെ പിടിച്ചു നിന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ചെറിയ വിഷയങ്ങൾ, അവിടെയാണ് ആത്മീയതയുടെ പ്രാധാന്യം. ആത്മീയത എന്ന് പറഞ്ഞാൽ മതത്തിന്റെ വേലിക്കെട്ടിൽ ചുരുങ്ങുന്ന, മതവർഗീയത ഉണ്ടാക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. യഥാർത്ഥ ആത്മീയതയ്ക്ക് മതത്തിന്റെ വേലിക്കെട്ടില്ല. തന്ത്രശാസ്ത്രം സ്വാതന്ത്ര്യം എന്നാണ്. തന്ത്രം സ്വാതന്ത്ര്യത്തെയാണ്, പ്രത്യേകിച്ച് കൗളമാർഗം സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ വേലിക്കെട്ടുകളില്ല, അവിടെ മനുഷ്യനെ ഫ്രീ ആക്കുകയാണ്. ഫ്രീ ആക്കുമ്പോൾ എന്ത് ചെയ്യും? ചില കാര്യങ്ങൾ ഉപദേശിക്കുക. അവിടെയാണ് പുതിയ തലമുറ സിന്തറ്റിക് ഡ്രസ്സിന് അടിമപ്പെടണോ, അല്ല ഈ ഭൗതികമായിട്ട് നമുക്ക് ശരീരത്തിന് ദോഷമില്ലാതെ എല്ലാ അർത്ഥത്തിലും ഇതിനെയൊക്കെ ആസ്വദിച്ച് ആനന്ദത്തെ കണ്ടെത്തുന്ന, ആ ബ്രഹ്മത്തെ അനുഭവിക്കുന്നത്. യഥാർത്ഥ ബ്രഹ്മാനന്ദം അല്ലെങ്കിൽ ആനന്ദം അതാണ്. ഡ്രഗ്സിലോ മറ്റുള്ളതോ കിട്ടുന്നതല്ല. ലഹരി വസ്തുക്കളിൽ നിന്ന് കിട്ടുന്നത് കേവല സുഖമാണ്, ശരീരത്തെ നശിപ്പിക്കുന്ന സുഖമാണ്. എന്നാൽ ഒരു നാശവുമില്ലാതെ ആനന്ദത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആത്മീയത വേണോ എന്ന് സ്വയം നിങ്ങൾ എല്ലാവരും വിചാരം ചെയ്യുക. സ്വയം കുട്ടികളാവട്ടെ, അല്ലെങ്കിൽ മാതാപിതാക്കളാവട്ടെ, ഈ അധ്യാപകരാവട്ടെ, ഏത് സാമൂഹ്യ പ്രവർത്തകർ ആരുമായിട്ട് ചിന്തിക്കുക. അവിടെയാണ് മതത്തിന്റെ വേലിക്കെട്ടുകളില്ല, സ്വാതന്ത്ര്യം നൽകുന്ന, ആനന്ദത്തെ അനുഭൂതി നൽകുന്ന ഈ സാമൂഹ്യമായ ചുറ്റുപാട് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും, അതിലൊക്കെ കുറച്ചേറെ സമയം കണ്ടെത്തുക. ഫുൾ ടൈം അല്ല, മറ്റെല്ലാം ചെയ്യുമ്പോൾ കുറച്ച് സമയം. ഇതിനൊക്കെ മറ്റുള്ള വശങ്ങളുണ്ട്, നമ്മളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കെണികൾ ഒരുക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരാവണം നമ്മൾ സാമൂഹ്യ മാധ്യമത്തിൽ. എന്നിട്ട് നമ്മൾ എന്താണ്, പുതിയ തലമുറയ്ക്ക് ഇതിനെയൊക്കെ മനസ്സിലാക്കുക. ഇതൊന്നും മനസ്സിലാക്കിയെങ്കിൽ ആത്മീയത എന്ന് കേട്ടാൽ എന്താ തോന്നുക നമുക്ക്? പണ്ട് കുട്ടിക്കാലത്ത് മാത്സിന്റെ ക്ലാസ്സിന് വേണ്ടി വിളിക്കുമ്പോൾ നമുക്ക് അയ്യോ മാത്സാണ് ആകെ വെറുപ്പില്ലേ, ഇംഗ്ലീഷ് ചിലപ്പോൾ ഒട്ടും പറ്റില്ല, ഹിന്ദി തീരെ പറ്റില്ല, കെമിസ്ട്രി ആണെങ്കിൽ പറയും വേണ്ട, നമുക്ക് ഇഷ്ടേ ആയിരിക്കില്ല. ഇനി കമ്പ്യൂട്ടറൊക്കെ ക്ലാസ് തുടങ്ങിയ സമയത്ത് കമ്പ്യൂട്ടറിന്റെ ക്ലാസ്സിലേക്ക് പോകാൻ ചിലർക്ക് വെറുപ്പായിരുന്നു. ഇതിനെന്താ കാരണം? നമുക്കതിൽ പഠിച്ച രീതി, മനസ്സിലാക്കിയ രീതിയൊക്കെ എന്തോ വെറുപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. അതിനുവേണ്ടി ചെറുതായി താല്പര്യത്തോടു കൂടിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത് എങ്ങനെ ഉണ്ടായിരിക്കും? അവർക്ക് താല്പര്യം വരും, ആ ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കും, കൂടുതൽ പഠിക്കും. ഇന്നത്തെയൊക്കെ വിദ്യാഭ്യാസ രീതി എങ്ങനെയാണ്? ഇന്നിപ്പോൾ LKG പഠിക്കുന്ന കുട്ടികളും 10ാം ക്ലാസ്സിലും +2 ഏത് കാവട്ടെ അവർക്ക് സ്കൂളിൽ പോകാൻ വലിയ താല്പര്യം. എന്നാൽ അവിടുത്തെ ആ ഒരു പഠന രീതി മാറി ഇല്ലേ? ഇത് പറഞ്ഞപ്പോഴാണ് ആത്മീയത എന്ന് പറഞ്ഞ എല്ലാ ഉപേക്ഷിക്കലാണെന്ന് പറയുമ്പോൾ, തീറ്റിയും കുടിയും അർത്ഥവും ഇരുത്തവും കടത്തവും ഒക്കെ ഉപേക്ഷിക്കലാണ്, കുറേ വേഷവിധാനങ്ങളാണെന്ന് പറയുമ്പോൾ വെറുപ്പ് വരും. അതല്ലാതെ മറ്റൊരു വർഷമുണ്ടെങ്കിൽ അതിന് പറഞ്ഞു കൊടുക്കണ്ടേ? അതാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ഇതിനൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പോവുക. നമ്മൾ ഉണ്ടാക്കിയതല്ല, ഇതിനു മുമ്പേ ഉള്ളതാണ്. അവിടെ പറയുന്ന പ്രമാണം തന്നെ ഇത് കൗളമാർഗത്തിൽ ഭഗവാൻ പരമേശ്വരൻ പല സമ്പ്രദായങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സംസാര സാഹിത്യത്തിൽ ഉഴലുന്ന ആളുകൾക്ക് പല പല ശാസ്ത്രങ്ങളെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇതിനെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് യോഗഭോഗാത്മകമായിട്ട് ഈ ഭൗതികതയും ആത്മീയതയും ചേർത്തുകൊണ്ടുള്ള ഒരു സമ്പ്രദായത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരേ ഒരു സമ്പ്രദായത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമ്പ്രദായത്തിന്റെ പേരാണ് കൗളമാർഗം എന്ന്. അവിടെ തന്നെ യോഗീച്ചനൈവ ഭോഗീസ്യാദ്, ഭോഗീച്ചനൈവ യോഗവിത്ത്, യോഗഭോഗാത്മകം കൗളം എന്ന് പറഞ്ഞ ഒരു പ്രമാണം പറയുന്നുണ്ട് ഭഗവാൻ കുളാർണവത്തിൽ. ഇതിന്റെ അർത്ഥം മറ്റൊന്നുമില്ല. നമ്മൾ സാധാരണ ഏകലവ്യൻ സിനിമയിൽ സുരേഷ് ഗോപി പറയുന്ന പോലെയാണ്, ഒരു തെമ്മാടിക്ക് സന്യാസിയാവാൻ പറ്റില്ല, സന്യാസിക്ക് തെമ്മാടി, അങ്ങനെ മറ്റേ ഡയലോഗ് പറയില്ല. ഇത് പറഞ്ഞ പോലെ ഒരു യോഗിക്ക് ഭോഗിയാകാൻ കഴിയില്ല എന്നും ഒരു ഭോഗിക്ക് യോഗിയാകാൻ കഴിയില്ല എന്നും പലരും പരാശാസ്ത്രങ്ങളിലും പറയുന്നു. എന്നാൽ ഒരു ഭോഗിക്കും യോഗിക്ക് ഭോഗിയുമാകാൻ പറ്റുന്ന ഒരേ ഒരു ശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ പറയുന്നു. ആ ശാസ്ത്രമാണ്
യോഗഭോഗാത്മകമായിരിക്കുന്ന കൗളം. അപ്പൊ ആ തസ്മാ സർവപ്രകീർത്തിത. അപ്പൊ അങ്ങനെയുള്ള ഈ ശാസ്ത്രത്തെ എല്ലാവരും പ്രകൃതി പഠിക്കുന്നത് കൗളം കൗളശാസ്ത്രം എന്ന് പറഞ്ഞിട്ടാണ്. കുലാകുലം, കുലാം എന്ന് പറഞ്ഞാൽ ഭൗതികത, അകുലം എന്ന ആത്മീയത, കുലം എന്ന് പറഞ്ഞാൽ കുണ്ഡലിനി, അതുപോലെ തന്നെ പരമേശ്വരൻ, ശരീരം, പ്രകൃതി, പുരുഷൻ, അങ്ങനെ പല രീതിയിൽ ഇതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. പറയൽ ബുദ്ധിമുട്ടാണ്, അപ്പം മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ഒരു ശാസ്ത്രത്തെ പറഞ്ഞാൽ യോഗിക്ക് ഭോഗിയും ഭോഗി യോഗിയാവാൻ പറ്റുന്ന ഒരു ശാസ്ത്രം അവിടെയാണ്. ഭോഗോ യോഗായതേ സാക്ഷാൽ പാതകം സുഹൃദായതേ മോക്ഷ സംസാര സാഗര. ഈ സംസാര സാഗരത്തിൽ നിന്ന് മോക്ഷത്തെ എടുക്കാൻ കഴിയുന്ന, മോക്ഷത്തെ അനുഭവിക്കാൻ കഴിയുന്ന ഭോഗവിദ്യ കൊണ്ട് യോഗം സാക്ഷിക്കുക. അപ്പൊ ഭോഗവിദ്യ എന്ന ഭൗതികമായി എല്ലാത്തിനെയും കൊണ്ട് നമുക്ക്, അത് വസ്ത്രമായിരിക്കാം, ജീവിതശൈലി ആയിരിക്കാം, ഭക്ഷണമായിരിക്കാം, ഇപ്പൊ പറഞ്ഞ സാമൂഹ്യ മാധ്യമങ്ങളായിരിക്കാം, ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യോഗത്തിൽ എത്താൻ പറ്റും, യോഗമാർഗത്തെ ഗ്രഹിക്കാൻ പറ്റും. സാക്ഷാൽ പാതകം സുഹൃത്തായത്. മറ്റുള്ള സമ്പ്രദായങ്ങളും രീതികളൊക്കെ പല തെറ്റുകളും ഇവിടെ ശരിയായി മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ പറ്റും. ഇതറിയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടേ. അപ്പൊ ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്, ഈ ഭൂമിയിലുള്ളതാണ് ഈ പറയുന്ന ശാസ്ത്രങ്ങൾ. പക്ഷെ നമ്മൾ ഇതുവരെ കുറെ കാലത്ത് ഇതൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കുലധർമ്മത്തെ അറിഞ്ഞാൽ മോക്ഷമാണ്. കുലധർമ്മം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജീവിതം, കുടുംബജീവിതം, അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. കുടുംബമില്ല, ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല ലിവിങ് ടുഗദർ ആണെങ്കിൽ പോലും, അതല്ല കാമുകന്മാരാണെങ്കിൽ പോലും, ഇതെല്ലാം ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ടാണല്ലോ ശരി, എങ്ങനെയാണ് ജീവിതം ആനന്ദകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെയാണ് ദത്താത്രേയ മഹർഷിയുടെയൊക്കെ കാര്യം വന്നത്. ദത്താത്രേയ മഹർഷിയെ കാണാൻ വേണ്ടി പോകുന്ന പഠിക്കാൻ വേണ്ടി പോകുന്ന ആൾ ചെന്ന സമയത്ത് ദത്താത്രേയ മഹർഷി ഈ പറഞ്ഞ പോലെ തന്നെ മധുപാനം ചെയ്തിട്ട്, മധുചഷകം കയ്യിൽ എന്തിക്കൊണ്ട് അപ്സരസുകളുമായിട്ടും അതുപോലെ തന്നെ അവിടുത്തെ ഗണികളുമായിട്ടൊക്കെ നൃത്തം ചെയ്യണം. ഇങ്ങനെ നമ്മൾ പറയാം പൂഴ്ന്നു വിളയാടുക പറയില്ലേ, അങ്ങനെ നൃത്തം ചെയ്യിക്കണം. അവൻ ഉന്മാദത്തിലാണ്. ചെന്നവന് തോന്നി ഇയാളെന്ത് യോഗിയാന്ന് തോന്നി. പലവട്ടം പോയപ്പോൾ എങ്ങനെയാണ് കണ്ട. അവസാനം ക്ഷമിച്ച് കാത്തിരുന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് ദത്താത്രേയ മഹർഷിയുടെ യോഗ തലം മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ മനസ്സിലാക്കുക. അല്ലാതെ തെറ്റായ രീതിയിൽ ആത്മീയത മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് എത്തില്ല. നമ്മൾ ആ വിഷമങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഡ്രസ്സിന്റെ ഈ ലോകത്ത്, ഈ പാസ്റ്റ് ആയിട്ടുള്ള ഈ ലോകത്ത് നമ്മളൊരു മാർഗം കണ്ടെത്തുക ഈ ഡ്രഗ്സിനും ലഹരി വസ്തുക്കൾക്കുമാണ്. ആ ലഹരിയല്ല യഥാർത്ഥ ലഹരി, ആനന്ദ ലഹരി, ആത്മീയ ലഹരി, ആനന്ദം ശിവാനന്ദമാണ്, ബ്രഹ്മാനന്ദമാണ്. അത് ഇവിടെ സ്വതവേ ഉണ്ട്. കാരണം ഈ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് പല രീതിയിലാണ് മനസ്സിലാക്കി നമ്മളൊക്കെ പറയുന്നതിന്റെ ആശയം നമ്മളൊക്കെ ജീവിച്ച് കാണിച്ചു തരികയാണ്. ഇതൊക്കെയാണ് ജീവിതം. ഇതിനൊന്നും ഉപേക്ഷിക്കേണ്ടല്ല. കാണാൻ വേണ്ടല്ലേ കണ്ണ് മക്കളെ, സൂര്യചന്ദ്രന്മാരാണ് കണ്ണുകൾ, കാണാൻ വേണ്ടിയിട്ടാണ്. ചെവികൾ ദിഗ്ദേവന്മാരാണ്, അപ്പൊ ചെവികൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നാവ് സംസാരിക്കാനാണ്, രുചിക്കാനാണ്, പല്ല് കടിക്കാനാണ്, ചിരിക്കാനാണ്, ബുദ്ധി ചിന്തിക്കാനാണ്, കാല് നടക്കാനാണ്, കൈകൾ വാങ്ങാനും കൊടുക്കാനുമാണ്. അങ്ങനെ ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായ ദൗത്യമുണ്ട്. കാരണം അതെല്ലാം ദേവീ ദേവന്മാരാണ്. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. നമ്മൾ അതിലൊന്നും എന്താ പറയാ അറ്റാച്ച്മെന്റോട് കൂടിയിട്ട് അതിനിങ്ങോട്ട് ഈ പൊസസീവ്നെസ് ഒക്കെ വന്നിട്ട് അങ്ങനെ ആകാതിരിക്കുക. അതിനുള്ള എന്താണ് ഒരു ആത്മീയ ഗുരുവിനെ പിൻപറ്റുക. അതാണ് കൗളശാസ്ത്രം. അതുകൊണ്ട് ഈ നമ്മൾ ചെയ്യുന്നത് എന്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയതയല്ലേ ചോദിച്ചാൽ അത് ആത്മീയതയാണ്. ഇതാത്മീയതയാണ്. ഇങ്ങനെ ഒരു ആത്മീയ മുഖമുണ്ട്. ആത്മീയത ലോകത്തെമ്പാടും ഉണ്ടായിരുന്നു. ഇനിയുള്ള തലമുറ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഇത് പൂജ ഉപേക്ഷിച്ച് വെച്ചാൽ പൂജ ഉപേക്ഷിക്കുന്നില്ല. പൂജ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആത്മീയത ഉപേക്ഷിച്ചില്ല. നമ്മളിപ്പോഴും ആശ്രമത്തിന്റെ മഠാധിപതിയാണ്. അതെന്താണ് ഈ സമ്പ്രദായത്തെ നമ്മൾ മറ്റുള്ള സന്യാസ വ്യവസ്ഥയാണെന്ന് കരുതരുത്. ഇത് കൗളസ്തു പഞ്ചമാശ്രമം, സന്യാസാശ്രമം കഴിഞ്ഞു വരുന്ന ആശ്രമമാണ് കൗളാശ്രമം. അത് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാം, വീട്ടിന് പുറത്തിറങ്ങി ചെയ്യാം, സിനിമ കണ്ടിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഒത്തിരി ശിഷ്യരും ഭക്തരും അതുപോലെ തന്നെ ഗോപികമാരും ഗോപന്മാരും ഒക്കെ നിറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പ്രണയത്തിന്റെ ലോകത്താണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം തന്നെ പ്രണയമാണ്. ആ പ്രണയം ആഴമേറിയ പ്രണയമാണ്. എല്ലാവരോടും പ്രണയമാണ്. സാമൂഹ്യ മാധ്യമത്തിൽ തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ നമുക്കുണ്ടല്ലോ, നമ്മളുമായി കോൺടാക്ട് ചെയ്യുന്ന പലരും നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ തന്നെ പല ആളുകളുണ്ടായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ കോൺടാക്ട് ചെയ്യുന്ന പലരും ഉണ്ട്. അതൊക്കെ അവരോടൊക്കെ നമ്മൾ ഉപദേശിക്കുന്നതാണ് ഇതിനെ നിലനിർത്തിക്കൊണ്ട് ആനന്ദത്തെ അനുഭവിക്കാണ്ട് ഇരുന്ന് ജപിച്ച് കാട്ടുപോയിരുന്നു അങ്ങനെയൊന്നുമല്ല. അതൊക്കെ അതിന്റെ ഒരു ഭാഗം നമ്മളും ചെയ്യുന്നുണ്ട്. അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ അപ്പുറം കൂടുതൽ സമയം നമ്മൾ പക്ഷേ ശരീര സംബന്ധിയാണ്. ശരീരത്തെ നിഷേധിച്ചുകൊണ്ട് ആത്മീയത ഇല്ല എന്ന് തന്നെ നമ്മൾ പറയണം. ശരീരത്തെ നിഷേധിച്ചാൽ ആത്മീയത പൂർണ്ണമാകില്ല. അതുകൊണ്ട് ശരീരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചുറ്റുമുള്ളത് കണ്ടും കേട്ടും അനുഭവിച്ചും പോകുക അല്ലാതൊരു മോക്ഷം എന്ന് പറഞ്ഞത്, ആ മോക്ഷത്തെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. നമ്മുടെ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്തോ ഇപ്പൊ ഉപേക്ഷിക്കുക, സന്യാസം അല്ലേ, ഇതൊക്കെ ഉപേക്ഷിക്കാനൊന്നുമില്ല മക്കളെ. ഉപേക്ഷിക്കാനുണ്ടേ എന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കണം. ഇവിടെ ഉപേക്ഷിക്കാനൊന്നുമില്ല. ദേഹം പോലും എൻ്റേതാണെന്ന് തോന്നൽ എനിക്കില്ല. ഞാൻ ഉണ്ട് എന്ന് തോന്നുന്നില്ല. അത് ഈ സമ്പ്രദായം നമ്മളെ പഠിപ്പിച്ചു. ആദ്യം തന്നെ എങ്ങനെയല്ല, ഇതുപോലെ തന്നെയാണ് നമുക്ക് ഇതിനെല്ലാം അനുഭവിച്ച് ആനന്ദിച്ച് പോകാൻ പറ്റും. അതുകൊണ്ട് അറിയാണ്ടെയാണ് ചോദ്യങ്ങൾ, അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളും ഈ ജീവിതത്തിലേക്ക്, ഈ ആത്മീയതയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുക. അല്ല അറിയാൻ വെറുതെ അങ്ങോട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ആ വഴിക്ക് പോകാം. എന്തായാലും ഒന്നുണ്ട്, തെറ്റിദ്ധരിച്ച ആത്മീയത ആനന്ദത്തെ നൽകില്ല. നമ്മൾ കുറേ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ. ഏതെങ്കിലും സന്യാസി നല്ല ഫോൺ ഉപയോഗിക്കുന്നു, നല്ല കാർ ഉപയോഗിക്കുന്നു, നല്ല ബംഗ്ലാവ് ഉപയോഗിക്കുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഈ കാവി അല്ലെങ്കിൽ കോടൻ ഒരു വസ്ത്രമില്ലായ്മ, പിന്നെ എന്താ അവർ ത്യജിച്ചേ?
സാമൂഹ്യ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അപ്പൊ അതാണോ വേണ്ടതല്ല, ഇതിലല്ലേ വ്യാപൃതനായിക്കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അതൊക്കെ ഉപേക്ഷിക്കുകയാണോ വേണ്ടത്? സ്വയം വിചാരം ചെയ്യും. അങ്ങനെ വിചാരം ചെയ്യുമ്പോഴാണ് യോഗഭോഗാത്മകം കൗളം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഭോഗോ യോഗായതേ സാക്ഷാൽ പാതകം സുഹൃതായതേ, ആ ഒരു ഭോഗത്തോടു കൂടിയുള്ള മോക്ഷത്തെ ഭോഗിയുമാകാൻ കഴിയുന്ന, ഭോഗിക്ക് യോഗിയാകാൻ കഴിയുന്ന ആ ശാസ്ത്രം മോക്ഷായതേച്ച സംസാര സാഗര എന്ന് ഭഗവാൻ പറഞ്ഞ സംസാര സഹിതം മോക്ഷം നേടുന്ന ആ വിദ്യയെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഓരോന്ന് കാണിക്കുമ്പോൾ അത് മനസ്സിലാക്കുക. നമ്മളൊന്നും അതിൻ്റെ ഉള്ളിലല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ കിടക്കുന്ന താമര നനയുന്നില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളൊന്നും അതിൻ്റെ ഉള്ളിലല്ല, നിങ്ങൾക്കുള്ളിലാണെന്ന് തോന്നും. ആ തോന്നി നിങ്ങൾ ഉള്ളിൽപ്പെടാതിരിക്കുക. നമ്മൾ ആ ചെയ്യുന്ന കാര്യം ചെയ്തു പോകുന്നു എന്നേ ഉള്ളൂ. അത് കണ്ടുകൊണ്ട് നിങ്ങൾ അതിൽ വ്യാപൃതമാവരുതേ, നിങ്ങൾ മുന്നോട്ട് പോവുക. നമ്മളിപ്പോൾ സഞ്ചരിക്കാൻ താല്പര്യം കടന്നു വരാം. ഇങ്ങനെ ഒരു ശാസ്ത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ജീവിതം അടിച്ചു പൊളിക്കാൻ മക്കളെ. അതിനുള്ള മാർഗം ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് മൂഢതയുടെ ആത്മീയത മൂഢന്മാർക്കുള്ളതാണ്. ബുദ്ധിമാന്മാർ ആധ്യാത്മത്തിലൂന്നിയ ആ ഒരു ഭൗതികത അനുഭവിച്ചുകൊണ്ട് പരമമായ ആനന്ദത്തെ അനുഭവിക്കും.